പ്രശാന്ത് ഏട്ടാ, പ്രശാന്ത് ഏട്ടാ, ഇപ്പോൾ ഈ പി ദിവ്യ പുറത്തിറങ്ങിയപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള ആനയിക്കാനൊക്കെ ജയിലിൽ ചെന്ന് സ്വീകരിച്ചു. കാരണം എന്തോ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലോ പങ്കെടുത്ത് പുറത്തു വരുന്ന ഒരു ധീര വനിതയെ വിളിക്കാൻ പോകുന്നത് പോലെയാണ് പോയത്. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കാനാണ് ശ്യാമളയെ വിട്ടത്. പക്ഷെ ഭാര്യ അയച്ചിട്ടും ദിവ്യ അടങ്ങുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് നവീൻ ബാബുവിന് കൊടുത്തതിനേക്കാൾ പണി ശ്യാമളയ്ക്കും ഗോവിന്ദനും കൊടുക്കാൻ ഒരുങ്ങുന്നു ദിവ്യ എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് നമുക്കതിൽ പറയാനുള്ളത്? അത് കണ്ണൂർ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. കണ്ണൂർ CPM ഈ പൊതുവേ എന്താ പറയണ്ടേ, കണ്ണൂർ CPM എന്ന് പറഞ്ഞാൽ തന്നെ TP ചന്ദ്രശേഖരൻ കൊലക്കേസിന് ശേഷമാണ് അത് വ്യക്തമായത്. ഒരു കൂട്ടം ക്രിമിനലുകളാണ് അതിനെ അടക്കി വാഴുന്നത് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് അപ്പോഴാണ്. ഇവിടെ PP ദിവ്യയുടെ കാര്യത്തിൽ ദിവ്യയെ ഭയക്കേണ്ട എന്തൊക്കെയോ സംഗതികൾ ഈ പാർട്ടി ജില്ലാ ഘടകത്തിനുണ്ട്. സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ശരി, ജില്ലാ കമ്മിറ്റി ആണെങ്കിലും ശരി, ജില്ലയിലെ നേതാക്കളാണെങ്കിലും ശരി, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളാണെങ്കിലും ശരി, അവർക്ക് ദിവ്യയെ ഭയമാണ്. ഭയപ്പെടേണ്ട എന്തോ സംഗതി ദിവ്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് ദിവ്യയുടെ കൈവശമുണ്ട് എന്നല്ലേ വ്യക്തമാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. പണ്ട് ഈ ആന്തൂർ സാജൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു അല്ലെ. അദ്ദേഹം ശരിക്കും P ജയരാജനുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്ന ആളാണ്. P ജയരാജനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അയാൾക്ക് ഒരു വ്യവസായം തുടങ്ങാൻ ശ്രമിച്ചു. അതിന് അനുമതി തേടി, മറ്റു കാര്യങ്ങളൊക്കെ വന്നു. കെട്ടിടത്തിന് അനുമതി കിട്ടുന്നില്ല, നമ്പർ കിട്ടുന്നില്ല, അങ്ങനെ വലിയ വിഷയങ്ങളായി. അപ്പോൾ ഈ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത് ഇദ്ദേഹം ഒരു പ്രവാസിയാണ്, മടങ്ങി വന്ന ആളാണ്. പ്രവാസ ജീവിതം കഴിഞ്ഞ് കുറച്ച് പണമൊക്കെ ആയിട്ട് വന്ന് നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുടുംബത്തോടൊപ്പം ചെയ്ത്, നമ്മളങ്ങനെയാണല്ലോ എപ്പോഴും വീട്ടില് ഭാര്യയുടെ മക്കളുടെ അടുത്ത് കഴിയാം. ഇത്രയും കാലം ഒരുപാട് സ്ഥലത്തൊക്കെ കിടന്ന് അലഞ്ഞു, ഇനി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് ഉള്ള ഇതൊക്കെ അയാളൊരു CPM സഹയാത്രികനും കൂടിയാണ്. അല്ലാതെ CPM എതിരാളിയല്ല, CPM വിരുദ്ധനല്ല, ഒരു BJP-കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ഒന്നുമല്ല. CPM സഹയാത്രികനാണ്. അതും CPM-ലെ പിന്നെ കണ്ണൂരിൻ്റെ ചെന്താരകം, കതിരൂരിൻ്റെ ചെന്താരകമായ സാക്ഷാൽ P ജയരാജൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമൊക്കെയാണ്. പക്ഷെ അയാൾക്ക് പോലും ഈ അനുമതി കിട്ടിയില്ല. അയാളോട് ഭീമമായൊരു തുക കൈക്കൂലി ചോദിച്ചു എന്നൊക്കെയാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. എന്തായാലും അദ്ദേഹം ആത്മഹത്യ ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അന്ന് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായത് ഈ ശ്യാമളയായിരുന്നു, PK ശ്യാമളയാണ്. അതായത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്, ദിവ്യയും ശ്യാമളയും ഒരേ തൂവൽ പക്ഷികളാണ്. അപ്പോൾ ശ്യാമള പക്ഷേ ഈ ആക്ഷേപമൊക്കെ ഉണ്ടായെങ്കിലും ശ്യാമളയുടെ പേരിൽ ഒരു കേസും എടുത്തില്ല. എടുത്തോ? ഇല്ല. എന്താ എടുക്കാത്തെ? അല്ല, അങ്ങനെ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ ഭാര്യയാണ് ഒന്ന്. രണ്ടാമത്തത് മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. അപ്പോൾ അവർക്ക് പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ CPM-നോട് നിൽക്കാൻ പറ്റില്ല. CPM-ന് നിൽക്കാൻ പറ്റില്ല, അതാണ് സത്യം. ഇപ്പോഴും ദിവ്യയുടെ കാര്യത്തിലും അതാണ്. ദിവ്യക്കെതിരെ കേസെടുത്താൽ CPM-നോട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് കേസെടുത്തു. അത് അന്ന് ഇത്രയ്ക്കും ഒരു രോക്ഷം സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അല്ലല്ല, അതിനേക്കാളും വലിയൊരു സംഗതി അതിനകത്തുണ്ട്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുകൂലിക്കുന്നു. പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. അതിനേക്കാളും വലിയൊരു വിഷയമുണ്ട്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത എന്താ നമ്മൾ കാണാത്തത്? ഈ കണ്ണൂരിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, 4 ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ മാത്രമാണ് ദിവ്യയ്ക്ക് അനുകൂലമായിട്ട് പറഞ്ഞത്. ബാക്കി എല്ലാവരും എതിരായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നമ്മൾ ആ വാർത്ത ചെയ്തതാണ്. ചാനലുകളും പത്രങ്ങളും എല്ലാം ആ വാർത്ത പുറത്തുവിട്ടതാണ്. ദിവ്യക്കെതിരെ നടപടി വേണം എന്ന് കട്ടായം ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി. അത് ദിവ്യ വളരാതിരിക്കാനുള്ള ഒരു തന്ത്രവും കൂടി. അത് മാത്രമല്ല, ദിവ്യ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധിച്ചോ? ഈ ന്യൂസ് 18-ൽ വന്നൊരു വാർത്ത ഉണ്ടല്ലോ, എന്താ ന്യൂസ് 18 ഇങ്ങനെ ആകാശത്തുനിന്ന് വാർത്ത ഉണ്ടാക്കി മറ്റേ കൊടുക്കുന്ന ഇതൊന്നും അല്ല. പ്രത്യേകിച്ച് അപർണ കുറുപ്പ് അത്യാവശ്യം ഇതുള്ളൊരു ആളാണ്, വിവരവും വിദ്യാഭ്യാസവും നല്ല ജേർണലിസ്റ്റ്. അപ്പോൾ അവര് പറഞ്ഞ എന്താ, എന്നെ കറിവേപ്പിലയാക്കി എന്ന് വെച്ചാൽ PK ശ്യാമളയ്ക്ക് കൊടുത്ത ആനുകൂല്യം എനിക്ക് തന്നില്ല, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല എന്നും പറഞ്ഞു. അതിന്റെ അർത്ഥം PK ശ്യാമളയ്ക്ക് ഗോഡ് ഫാദർ ഉണ്ടെന്നാണ്.
ഗോഡ് ഫാദർ ഇല്ല എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ആഭ്യന്തര ആ Godfather അല്ല. ആ ഗോഡ് ഫാദർ അല്ല ഈ ഗോഡ് ഫാദർ. അത് വേറെ ഗോഡ് ഫാദർ, ഇത് വേറെ ഗോഡ് ഫാദർ. അപ്പോ ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ടേ, ഇതിനകത്ത് കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഗതി. ഇത് അപ്പൊ ഈ കറിവേപ്പില എന്ന് പറഞ്ഞത് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞതും മനഃപൂർവ്വം ഒരു ഒളിയമ്പ് അയച്ചത് തന്നെയാണ്. മനഃപൂർവ്വം ഒളിയമ്പല്ല, ഒളിവില്ലാത്ത അമ്പാണത്. മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്, വളരെ കൃത്യമായിട്ട്. അതായത് എന്നോട് കളിക്കരുത്, എന്നെ കുരുക്കിയാൽ ഞാൻ അതിന്റെ അപ്പുറത്തെ പൂട്ടിട്ട്, അതായത് മണിച്ചിത്ര പൂട്ടിനും അപ്പുറത്തുള്ളൊരു പൂട്ടിട്ട് നിന്നെയൊക്കെ പൂട്ടുമെന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അതാണ് ഇതിനകത്തുനിന്ന് നമ്മൾ വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ടത്. ഇത് വളരെ കൃത്യമാണ്. ദിവ്യയെ തൊട്ടാൽ തൊട്ടവൻ പെടും, ഉറപ്പാണ്. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടെ, ഈ ദിവ്യ ആ ഒരു പ്രസ്താവന ഇറക്കി കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ദിവ്യ തന്റെ പ്രസ്താവനകളെല്ലാം തിരുത്തി. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലപാടിലൊക്കെ ആയിരുന്നു. വളരെ കൃത്യമായി പാർട്ടിയിൽ നിന്ന് ഇടപെടേണ്ട ആളുകൾ. അതെ അതെ അല്ലേ, അതെ തീർച്ചയായും. ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഇടപെടുന്നു, അത് ഇടപെടേണ്ട ആൾക്കാർ ഇടപെടുന്നു. എന്ത് വന്നാലും നിന്നെ രക്ഷിക്കും, നീ ഒന്നും പേടിക്കണ്ട എന്ന ഉറപ്പ് കിട്ടിയത് കൊണ്ടല്ലേ, ആയിരിക്കില്ലേ ദിവ്യ കളം മാറ്റി ചവിട്ടിയത്? അതെ തീർച്ചയായും. ഇല്ലേ, ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങ് നിഷേധിക്കാൻ അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ, ലോകത്ത് വേറെ ആർക്കും അത് പറ്റില്ല. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട്. അല്ല പക്ഷേ ഇതിലെ ദിവ്യ വളരെ കൃത്യമായി ആദ്യം തന്നെ ഒരു സിഗ്നൽ കൊടുത്തു, ഒരു ചൂണ്ടയിട്ടു. അതായത് എന്നോട് കളിക്കുകയാണെങ്കിൽ ഞാൻ ഈ തരത്തിലായിരിക്കില്ല പ്രതികരിക്കുക, എട്ടിന്റെ പണി തരുമെന്ന് പറഞ്ഞു. അതിൽ ആ ചൂണ്ടയിൽ കൃത്യമായി CPM നേതാക്കൾ വീണു. വരേണ്ട ഭാഗത്തുനിന്ന് കോളുകൾ വന്നു, ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിച്ചു. ദിവ്യ വളരെ സന്തോഷവതിയായി ഈ സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. പക്ഷെ ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയെക്കുറിച്ച് പ്രശാന്തേട്ടൻ പറഞ്ഞല്ലോ, അന്ന് സാജന്റെ ഭാര്യക്കെതിരായിക്കൊണ്ട് ഏറ്റവും മോശകരമായ രീതിയിൽ വാർത്ത എഴുതിയ പത്രമാണ് ദേശാഭിമാനി. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് വരെ ദേശാഭിമാനി എഴുതി. ഇത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്ന ആളുകൾക്ക് ആ ദേശാഭിമാനി പത്രത്തിനെതിരെ ഒരു കേസെടുക്കാൻ പോലും അന്നത്തെ പോലീസ് തയ്യാറായില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല എന്നുള്ളതാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോ ദിവ്യ ഇതിനൊക്കെ തരം താഴ്ത്തി അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിച്ചു. പണ്ട് ശശിയെയും ഇതുപോലെ തരം താഴ്ത്തലും അച്ചടക്കം, എന്നിട്ട് ശശിയെ വീണ്ടും തിരിച്ചെടുത്തില്ലേ? ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തി, പിന്നെ നടപടി വന്നു, അദ്ദേഹത്തെ പുറത്താക്കി ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തു. അതുപോലെ പെട്ടെന്ന് അത് പി ശശിയുടെ ഒരു കാര്യം, ഈ വളരെ വലിയൊരു വലിയ പ്രചാരണം കിട്ടിയ ഒരു കേസായിരുന്നു പി ശശിയുടെ. രക്ഷയില്ലാതെ നിക്കക്കള്ളിയില്ലാതെ പി ശശിയെ പെട്ടെന്ന്, ഒരുപാട് വിഷയങ്ങൾ, വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, ചില പ്രത്യേക തരത്തിലുള്ള ആരോപണങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബലാത്സംഗം ഉൾപ്പെടെ. അപ്പം ഇതൊരു പ്രത്യേക കേസായതുകൊണ്ട് തുടർച്ചയായി ആരോപണങ്ങൾ വന്നുകൊണ്ടും പാർട്ടിക്ക് രക്ഷയില്ലാതെയാണ് അദ്ദേഹത്തെ നീക്കിയത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു സമ്മേളനത്തിൽ ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുകയും അവിടെ നിന്ന് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എടുക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എന്തിനായാലും കുറച്ചു മുമ്പ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുകയും അടുത്ത സമ്മേളനത്തിൽ നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക്, അതായത് ഈ പുറത്താക്കിയ ഒരു മനുഷ്യനെ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക്, അടുത്തതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക്, എന്താ പറയാ, ഇരട്ടി വേഗത്തിൽ തിരിച്ചു വന്നു. പോയതിന്റെ എന്ന് പറയുന്ന ഗതികേട് കൂടെയാണ്. ഇവിടെയും അത് പ്രസക്തമാണ്. ഈ ദിവ്യയുടെ വിഷയത്തിലും ഇത് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയതയിൽ ദിവ്യയുടെ പുറകിലും നല്ല കനത്ത ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വെറുതെയാണ്. ഗോഡ് ഫാദറൊക്കെ ഉണ്ട്, അതും കനത്ത ഗോഡ് ഫാദർ, നല്ല വെയിറ്റുള്ള ഗോഡ് ഫാദർ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, പോലീസ് ദിവ്യയുടെ എന്താ പറയാ ഈ കൈവെള്ളയിൽ കിടന്നിങ്ങനെ കറങ്ങുകയല്ലേ, അല്ലേ? എന്താ അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്ത്? ഈ കേസ് ശരിയായ വിധത്തിൽ ഒന്ന് അന്വേഷിച്ചു. ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം എങ്ങും നിലനിൽക്കാത്ത ഒരു കേസ് എന്താ പറയാ, ആ ജഡ്ജിയുടെ മനോധർമ്മം കൊണ്ട് റിമാൻഡിലായി എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സുഖമായിട്ട് അന്ന് തന്നെ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ഇറങ്ങി വരുമായിരുന്നു, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ ദിവ്യ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദിവ്യയുടെ പുറകിലും ആളുണ്ട്, അവരും ചിലതൊക്കെ കളിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് അധികം എടുക്കണ്ട, മര്യാദയ്ക്ക് എന്നെ ഈ കേസിൽ നിന്ന് ഊരിക്കോ എന്ന് ദിവ്യ പറയാതെ പറയുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പാർട്ടിയുടെ ജോലിയാണ്. ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം എല്ലാം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ സംരക്ഷിച്ചേ പറ്റൂ. ശശി അതിവേഗം കയറിപ്പോൾ പ്രശാന്തൻ പറഞ്ഞാൽ പോയി വന്നതുപോലെ ദിവ്യയും
ദേ പോയി ഇതാ വരുന്നത് എന്നാണെന്ന് മാത്രം ഇനി കണ്ടറിഞ്ഞാൽ മതി.